ഹലോ ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ LGSനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഏതാനും ഊർജ്ജ സ്രോതസ്സുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, ഏതാനും ഊർജ്ജ സ്രോതസ്സുകൾ ചുവടെ നൽകിയിരിക്കുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. കൽക്കരി, പെട്രോളിയം, ബയോമാസ്, ആണവോർജം. ബ്രൗൺ എനർജി വിഭാഗത്തിലുള്ളവ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ആൻസർ ഒന്നാമത്തെ ഡി ആണ്. 1, 2, 4 ശരിയാണ്. ഏതാണ്? 1, 2, 4 ശരി. കൽക്കരി, പെട്രോളിയം, ആണവോർജം. ബ്രൗൺ എനർജി വിഭാഗത്തിലുള്ളവ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1, 2, 4 അടുത്തത്, ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ദൂരം എത്രയാണ്? ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ദൂരം എത്രയാണെന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ. പ്രകാശം 8.5 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഏത് ദൂരം? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ദൂരം. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന പ്രകാശം 8.5 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് അങ്ങനെ പറയുന്നത്. അടുത്തത്, സൂര്യൻ്റെ അന്തരീക്ഷമായി കണക്കാക്കപ്പെടുന്ന മേഖലകൾ ഏവ എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ. വർണ്ണമണ്ഡലവും കൊറോണയും. ഏതാണ്? വർണ്ണമണ്ഡലവും കൊറോണയുമാണ് സൂര്യൻ്റെ അന്തരീക്ഷമായിട്ട് കണക്കാക്കപ്പെടുന്ന മേഖലകൾ. അടുത്തത്, നാലാമത്തെ ക്വസ്റ്റ്യൻ. സമ്പർക്ക പ്രക്രിയയെ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്ത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ബി ആണ് ആൻസർ. വനേഡിയം പെൻറ്റോക്സൈഡ്. ഏതാണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് എന്താണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. അടുത്തത്, അഞ്ചാമത്തെ, ഏത് ലവണത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ. നൈട്രേറ്റുകൾ. ഏത് ലവണത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നടത്തുന്നതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നുള്ളതാണ്. ഏതാണ്? നൈട്രേറ്റുകളുടെയാണ്. അടുത്തത്, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഏതാനും പകർച്ചവ്യാധി രോഗങ്ങളുടെ പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. COVID-19, ക്ഷയം, പ്ലേഗ്, വസൂരി. മഹാമാരികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആറാമത്തെ എ ആണ്. 1, 2, 3, 4 ഏതാണ്? 1, 2, 3, 4. അതായത് COVID-19, ക്ഷയം, പ്ലേഗ്, വസൂരി ഇതെല്ലാം മഹാമാരികളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. എന്താണ് മഹാമാരി? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലേക്കോ രോഗം എത്തുന്ന ഒരവസ്ഥയാണ് മഹാമാരി എന്നുള്ള അവസ്ഥ. അടുത്തത്, ഏഴാമത്തെ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പിൻ ഏതിനും സൂക്ഷ്മജീവിക്ക് ഉദാഹരണമാണ്? വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പിൻ ഏതിനും സൂക്ഷ്മജീവിക്ക് ഉദാഹരണമാണെന്നുള്ളതാണ്. ഡി ആണ് ആൻസർ. ഫംഗസ് ആണ്. ഏതാണ്? ഫംഗസ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തത്, എട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. മണ്ണിൽ നിന്ന് സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണം ഏതാണെന്നുള്ളതാണ്. സി ആണ് ആൻസർ. ടെറ്റനസ്. ഏതാണ്? ടെറ്റനസ് ആണ്. അടുത്തത്, ഒമ്പതാമത്തെ, GPT വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻ വായിക്കാം. എ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഡി PT. അടുത്തത്, ബി ടൈഫോയിഡ്, ക്ഷയം, വില്ലൻ ചുമ. അടുത്തത്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ക്ഷയം. ഡി ടെറ്റനസ്, ഡിഫ്തീരിയ, ക്ഷയം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് ആണ് അതിൻ്റെ ആൻസർ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് അതാണ് DPT എന്ന വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, പത്താമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറിയാണ് ഭക്ഷിക്കേണ്ടതെന്നാണ് ചോദ്യം. പത്താമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഏതാണ്? സി ആണ്. 295 ഗ്രാം ആണ്. അടുത്തത്, മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതികൾ ഏതെല്ലാം എന്നുള്ളതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ. ഏതാണ്? ആത്മാനുതാപം. ആത്മാനുതാപമാണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതി. ആത്മാനുതാപം. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നുള്ളതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ബി ആണ് ആൻസർ വരുന്നത്. വാഗ്ഭടാനന്ദനാണ്. അടുത്തത്, വില്യം ലോഗൻ കമ്മീഷൻ്റെ അന്വേഷണ വിഷയം ഏതായിരുന്നു എന്നുള്ളതാണ്. ഡി ആണ് ആൻസർ. ഏതാണ്? മലബാറിലെ കാർഷിക പ്രശ്നമാണ് വില്യം ലോഗൻ കമ്മീഷൻ്റെ അന്വേഷണ വിഷയം.
അടുത്തത് നമുക്ക് നോക്കാം. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ടുള്ള സർക്കാർ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 14ാമത്തെ സി ആണ്. 1925 നവംബർ 23-നാണ്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരത്തിന്റെ ഭാഗമായി നടന്നതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 15ാമത്തെ സി ആണ്. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കീഴരിയൂർ ബോംബ് കേസ്. അടുത്തത് 16ാമത്തെ. ചുവടെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപുമായി തീരമില്ലാത്ത സമുദ്രം അല്ലെങ്കിൽ കടൽ ഏത് എന്നുള്ളതാണ്. ആൻസർ ബി ആണ്, ചെങ്കടലാണ്. അടുത്തത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം ഏതെല്ലാം എന്നുള്ളതാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഡി ആണ് ആൻസർ വരുന്നത്. 2, 3, 4 നമുക്ക് ഓപ്ഷൻ വായിക്കാം. 2, 2, 3 അതുപോലെ തന്നെ 4. ഏതൊക്കെയാണ് 2, 3, 4? ട്രാൻസ് ഹിമാലയം, 3 ഹിമാലയം, 4 കിഴക്കൻ മലനിരകൾ. ഇതെല്ലാം ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളാണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ എന്നുള്ളതാണ്. അസം മലനിരകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാൽ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്നുള്ളതാണ്. ബി ആണ് ആൻസർ, ജയ്സാൽമീർ. ഏതാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? ജയ്സാൽമീർ. അടുത്ത 20ാമത്തെ. വളർച്ചയ്ക്ക് വളരെ മിതമായ അളവിൽ മാത്രം ജലം ആവശ്യമായ വിളയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ഡി ആണ്. ഏതാണ്? ചണമാണ്. അടുത്തത് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. നമുക്ക് പ്രസ്താവന വായിക്കേണ്ടിയിരിക്കുന്നു. എ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ബി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് SHC മുഖർജി. ഡി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി സംസാരിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. 21ാമത്തെ ഡി ആണ് ആൻസർ. ഏതാണ്? ഡി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി സംസാരിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്തത് 22ാമത്തെ. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് എന്നാണെന്നുള്ളതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ബി ആണ് ആൻസർ. 1949 നവംബർ 26-നാണ്. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ ഏവ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 23 ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മുകളിൽ പറഞ്ഞ എല്ലാം ആണ് ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ. ഏതൊക്കെയാണ് നമുക്ക് വായിക്കാം. ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൽ ലക്ഷ്യപ്രഖ്യാപനം, അത് അംഗീകരിക്കപ്പെട്ട തീയതി. ഈ മുകളിൽ പറഞ്ഞ എല്ലാമാണ് ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ. അടുത്തത് 24. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്നും കടമെടുത്തിട്ടുള്ളതാണ്? കൺകറന്റ് ലിസ്റ്റാണ് ചോദ്യം. അതിൻ്റെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അടുത്തത് ഭരണഘടനയുടെ പട്ടിക 10ന്റെ പ്രതിപാദ്യം എന്താണെന്നുള്ളതാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ. എ ആണ് കൂറുമാറ്റ നിരോധന നിയമം. ഭരണഘടനയുടെ പട്ടിക 10ന്റെ പ്രതിപാദ്യം എന്താണ്? കൂറുമാറ്റ നിരോധന നിയമമാണ്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബ്രിട്ടീഷുകാർ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയ പ്രദേശം ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ സി ആണ്. ഏതാണ്? ബംഗാൾ, ബീഹാർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 27ാമത്തെ. താജ്മഹൽ കുന്നുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപം ഏതാണെന്നുള്ളതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ, സാന്താൾ കലാപം. താജ്മഹൽ കുന്നുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്രവർഗ കലാപമാണ് സാന്താൾ കലാപം. അടുത്തത് 28. ചുവടെ പറയുന്നവയിൽ ഗോത്രവർഗ കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. 28ാമത്തെ ആൻസർ ഡി ആണ്, ഡക്കാൻ കലാപമാണ്. അടുത്തത് 29. 1857 കലാപം വിവിധ പ്രദേശങ്ങളിൽ നയിച്ചവരുടെ പട്ടിക നൽകിയതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. എ. കാൺപൂർ, നാനാ സാഹിബ്, താന്തിയ തോപ്പി. ഫൈസാബാദ്, ബീക്രം, ഹസ്രത്ത് മഹൽ. സി. ബറേലി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഡി. ആര, കൺവർ സിംഗ്. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 29 ബി ആണ് ആൻസർ.
ഫൈസാബാദ് ബീഗം, ഹസ്രത്ത് മഹൽ. 1857 കലാപം വിവിധ പ്രദേശങ്ങളിൽ നയിച്ചവരുടെ പട്ടിക നൽകിയതിൽ ശരിയല്ലാത്ത ജോഡിയാണ് ഏതാണ്? ബി ആണ്, ഫൈസാബാദ് ബീഗം, ഹസ്രത്ത് മഹൽ എന്നുള്ളത്. അടുത്തത് 30ാമത്തെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏവ എന്നുള്ളതാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. എ ആണ്, സമ്പാദ് കൗമുദി. അടുത്തത് എ, 1ഉം 2ഉം മാത്രം ശരി എന്നാണ്. എ 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 31ാമത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളതാണ്. എ ആണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആരാണ്? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ ആണ്. 32ാമത്തെ സ്വാതന്ത്ര്യാനന്തരം ഏത് നാട്ടുരാജ്യത്തിന് ജനങ്ങളെ അടിച്ചമർത്തിയ ഭീകരസേനയാണ്? റസാഖർമാർ. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. എ ആണ് ആൻസർ, ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 33ാമത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, 1950 ജനുവരി 25 ആണ്. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അടുത്തത് 34ാമത്തെ 1959 ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ദലൈലാമ ഏത് പ്രദേശത്തെ ആത്മീയ നേതാവായിരുന്നു എന്നുള്ളതാണ്. 34 സി ആണ്, ടിബറ്റ്. എവിടത്തേന്? ടിബറ്റ്. അടുത്തത് 35ാമത്തെ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഷിംല കരാറിൽ ഒപ്പിട്ടത്? ബി ആണ്, ഇന്ത്യ പാകിസ്ഥാൻ. ഷിംല കരാർ ആരൊക്കെയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. 36 വലുപ്പത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. 36ാമത്തെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? 21ാമത്തെ സ്ഥാനമാണ്. എത്രയാണ്? ബി 21. അടുത്തത് 37ാമത്തെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്ത 36ാമത്തെ നോക്കാം. 36 നമ്മൾ പറഞ്ഞു 21ാമത്തെ സ്ഥാനമാണ്. 37 നോക്കാം. 3979 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള തീരപ്രദേശം സംസ്ഥാനത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണെന്നുള്ളതാണ് 37ാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ, 10.24%. അടുത്തത് 38ാമത്തെ 150 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികൾ ഏതെല്ലാം എന്നുള്ളതാണ് 38ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 38 സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 2ഉം 3ഉം 1, 2, 3, 4 ആണ് ശരി. സി ആണ് ആൻസർ. അടുത്ത 39 കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും കൂടുതൽ നദികളുടെ പതനസ്ഥാനം ഏതാണെന്നുള്ളതാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ്, അറബിക്കടലാണ്. ഏതാണ്? അറബിക്കടലാണ്. 40ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. വേമ്പനാട്ടുകായൽ കേരളത്തിലെ 3 ജില്ലകളിലായി വ്യാപിച്ചിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണെന്നുള്ളതാണ്. ആലപ്പുഴയാണോ, എറണാകുളമാണോ, കോട്ടയമാണോ, തൃശ്ശൂരാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡി ആണ് ആൻസർ. ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയുള്ള കേരളത്തിലെ തടാകം ഏതാണെന്നുള്ളതാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ്. ആരാണ്? ശാസ്താംകോട്ട തടാകമാണ്. എഫ് ആകൃതിയുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട തടാകം. 41 ബി. അടുത്ത 42ാമത്തേലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. 42ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോയാലോ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, അതുപോലെ AK ഗോപാലൻ, EK നായനാർ എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥാനം ഏത് എന്നുള്ളതാണ് 42ാമത്തെ ക്വസ്റ്റ്യൻ. ഡി ആണ്. എവിടെയാണ്? പയ്യാമ്പലം ബീച്ചാണ്. അടുത്ത 43 പൂക്കോട് തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സർവകലാശാല ഏത് എന്നുള്ളതാണ് 43ാമത്തെ ക്വസ്റ്റ്യൻ. സി ആണ് ആൻസർ. കേരള വെറ്റിനറി സയൻസസ് യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ പൂക്കോട് തടാകത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സർവകലാശാല. അടുത്തത് 44ാമത്തെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ 44ാമത്തെ ക്വസ്റ്റ്യൻ അടുത്തത് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ, ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത് 45ാമത്തെ ആറന്മുള ഉത്രാട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെ എന്നുള്ളതാണ് 45ാമത്തെ ക്വസ്റ്റ്യൻ. എ ആണ് ആൻസർ. എവിടെയാണ്? പമ്പ നദിയിലാണ്. ആറന്മുള ഉത്രാട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? 45ാമത്തെ എ ആണ് ആൻസർ.
അടുത്തത് 46 ഏതാനും വിറ്റമിനുകൾ ചൂടെ നിൽക്കുന്നു. ഏതൊക്കെ തന്നിരിക്കുന്നു നമുക്ക് നോക്കാം. വിറ്റമിൻ എ, വിറ്റമിൻ ബി കോംപ്ലക്സ്, വിറ്റമിൻ സി, വിറ്റമിൻ കെ. ഇതിൽ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജലത്തിൽ ലയിക്കാത്ത വിറ്റമിനുകൾ ഏതാന്നുള്ളതാണ് 46. ഡി ആണ് ആൻസർ. ഏതാണ്? ഡി ആണ് ആൻസർ. 1ഉം 4ഉം മാത്രം. ഏതൊക്കെയാണ്? 1ഉം 4ഉം ഏതാണ്? വൈറ്റമിൻ എയും ആണ്. 4 വൈറ്റമിൻ കെയും ആണ്. ഇതാണ് ജലത്തിൽ ലയിക്കാത്ത വൈറ്റമിൻ. അടുത്ത 47 ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമാകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമാകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 47 സി ആണ്, അസിഡിറ്റി. അടുത്ത 48 ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് 48 ക്വസ്റ്റ്യൻ. ഡി ആണ് ആൻസർ. പിത്തരസം. ഏതാണ്? പിത്തരസമാണ് അതിൻ്റെ ആൻസർ. അടുത്തത് 49 എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസി റൂഫി പോകൺ എന്നുള്ളത്? ഒറൈസ റൂഫി പോകൺ എന്നുള്ളത് എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണെന്നുള്ളതാണ് ചോദ്യം. 49 ആൻസറായിട്ട് വരുന്നത് ബി ആണ്. ഏതാണ്? വരിനെല്ല. ശാസ്ത്രീയ നാമമാണ് ഒറൈസ റൂഫി പോകൺ, വരിനെല്ല. അടുത്ത 50 ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. പശ്ചിമ തീരക്കൊന്ന മാതൃവൃക്ഷവും അതുപോലെ ചാവക്കാട് ഓറഞ്ച് ഡോർഫ് പിതൃവൃക്ഷവുമായ സങ്കര ഇനം തെങ്ങേത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. പശ്ചിമ തീരക്കൊന്ന മാതൃവൃക്ഷവും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച് ഡോർഫ് പിതൃവൃക്ഷവുമായ സങ്കര ഇനം തെങ്ങേത് എന്നുള്ളതാണ് 50 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്. എ ആണ് ആൻസർ വരുന്നത്. ഏതാണ്? ടി ആണ്. അടുത്തത് 51 ക്വസ്റ്റ്യൻ തെങ്ങുകളിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ്. ഏതാണ്? കാറ്റുവീഴ്ചയാണോ, ചെന്നീരൊലിപ്പാണോ, ദ്രുതവാട്ടം, തഞ്ചാവൂർ വാട്ടം? ഉൾപ്പെടാത്തത്, പ്രധാന രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 52 സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ആപ്തവാക്യം എന്താണെന്നുള്ളതാണ്. കരുതലിൻ്റെ കൈത്താങ്ങ്, സുരക്ഷയുടെ വാതായനം, എല്ലാവർക്കും ആരോഗ്യം, അറിവിലൂടെ ആരോഗ്യം. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നതാണ്. 52 എ ആണ്. കരുതലിൻ്റെ കൈത്താങ്ങാണ് സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ ആപ്തവാക്യം. അടുത്തത് 53 ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? 53 സി ആണ് ആൻസർ. ആയുഷ്മാൻ ഭാരത്. അടുത്തത് 54 ആർദ്രം മിഷൻ്റെ ചെയർമാൻ ആരാണെന്നുള്ളതാണ്. 54 എ ആണ് ആൻസർ. ആരാണ് ചെയർമാൻ? മുഖ്യമന്ത്രി. അടുത്തത് 55 നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയിലൂടെ കുഞ്ഞുങ്ങളെ ആരോഗ്യം പൂർണ്ണമായ അതിജീവനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 55 ഡി ആണ് ആൻസർ. ഏതാണ്? ശലഭം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയിലൂടെ കുഞ്ഞുങ്ങളെ ആരോഗ്യപൂർണ്ണമായ അതിജീവനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ഡി ശലഭം. നെക്സ്റ്റ് നമുക്ക് 56 പോകാം. രാജ്യത്തെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആകാശ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ എന്നുള്ളതാണ്. 56 ക്വസ്റ്റ്യൻ സി ആണ് ആൻസർ. ഗർവാൾ. അടുത്ത 57 ട്രെയിൻ 18 എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ട തീവണ്ടിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? എ ആണ് ആൻസർ. ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്. അത് ട്രെയിൻ 18 എന്ന തുടക്കത്തിൽ അറിയപ്പെട്ട തീവണ്ടിയുടെ ഇപ്പോഴത്തെ പേരാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. അപ്പോൾ നേരത്തെ ഏതായിരുന്നു? ട്രെയിൻ 18 ആയിരുന്നു. 58 പ്രപഞ്ചത്തിലെ ആദ്യ നക്ഷത്രത്തിൻ്റെ രഹസ്യം കണ്ടെത്താനായി വിക്ഷേപിക്കപ്പെട്ട ബഹിരാകാശ ടെലിസ്കോപ്പ് ഏതാണെന്നുള്ളതാണ്. 58 ക്വസ്റ്റ്യൻ ഡി ആണ് ആൻസർ. ഏതാണ്? ജെയിംസ് വെബ് ആണ്. ടെലിസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ്. അടുത്തത് 59 ക്വസ്റ്റ്യൻ രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയെ ഏത് വ്യക്തിയുടെ പേരിലാണ് 2021 പുനർനാമകരണം ചെയ്തത്? ഓപ്ഷൻ എ ആണ് ആൻസർ. മേജർ ധ്യാൻചന്ദ്. 60 ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിന്റെ പേരെന്ത് എന്നുള്ളതാണ്. ഡി ആണ് ആൻസർ. വിക്രം എസ് ആണ്. 61 ക്വസ്റ്റ്യനിലോട്ട് പോകാം. ATMകളിൽ നിന്ന് കാർഡില്ലാതെ പണം പിൻവലിക്കാൻ കഴിയുന്ന യോനോ ക്യാഷ് സംവിധാനം അവതരിപ്പിച്ച ബാങ്ക് ഏതാണെന്നുള്ളതാണ്. എ ആണ് SBI യോനോ. അടുത്ത 62 പശ്ചിമഘട്ട
വനനിരയിൽ നിന്ന് പുതിയതായി കണ്ടെത്തിയ ഹാബ്രോസിസ്റ്റം കേരളം ഏതിനം ജീവിയാണ്? ഫാബ്രോസിസ്റ്റം കേരളത്തിലെ ഏതിനം ജീവിയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 62ാമത്തെ ബി ആണ് ആൻസർ, ചിലന്തി. അടുത്തത് 63ാമത്തെ ലോകാരോഗ്യ സംഘടന എംപോക്സ് എന്ന് പുനർനാമകരണം ചെയ്ത രോഗം ഏതാണെന്നുള്ളതാണ്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡി ആണ് ആൻസർ, വാനരവസൂരി. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ 2024 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതാണെന്നുള്ളതാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ. 64ാമത്തെ ആൻസർ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, കാട്ടൂർ കടവ്. 2024 വയലാർ അവാർഡിന് അർഹമായ കൃതിയാണ് കാട്ടൂർ കടവ്. 65 ആരുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്നുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ആരുടെയാണ്? തമ്പിച്ചേട്ടൻ്റെയാണ്, ശ്രീകുമാരൻ തമ്പിയുടെയാണ് ഇത് ജീവിതം ഒരു പെൻഡുലം. അടുത്തത് 66ാമത്തെ എല്ലാ വർഷവും നവംബർ 1 പ്രഖ്യാപിക്കുന്ന പുരസ്കാരം ഏതാണെന്നുള്ളതാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് 66? സി ആണ്, കേരള പുരസ്കാരങ്ങളാണ്. നവംബർ 1 പ്രഖ്യാപിക്കുന്ന പുരസ്കാരം ഏതാണ്? കേരള പുരസ്കാരങ്ങളാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 67ാമത്തേലേക്ക് പോകാം. റഷ്യക്കാരനായ ഒലെഗ് കൊനാനെങ്കോ 2024 ഫെബ്രുവരിയിൽ സ്ഥാപിച്ച റെക്കോർഡ് ഏതാണെന്നുള്ളതാണ്. 67ാമത്തെ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ബഹിരാകാശത്ത് കൂടുതൽ സമയം ചിലവിട്ട വ്യക്തി. അടുത്തത് 68ാമത്തെ ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റ് മോസ്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നുള്ളതാണ്. 68ാമത്തെ സി ആണ് ആൻസർ, ജിദ്ദ. എവിടെയാണ്? ജിദ്ദയിൽ. 69ാമത്തേക്ക് പോകാം. ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണെന്നുള്ളതാണ്. 69ാമത്തെ ബി ആണ്, ഫ്രാൻസ്. ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ഓപ്ഷൻ ബി, ഫ്രാൻസ്. അടുത്തതിലേക്ക് പോകാം. 70ാമത്തെ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്താണ്? റുമേനിയയിലാണ്. ഓപ്ഷൻ എ, റുമേനിയ. അടുത്ത 71ാമത്തെ ഏത് രോഗത്തിനെതിരെ ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ വായിലൂടെ കഴിക്കാവുന്ന വാക്സിനാണ് യുവിച്ചോൾ എസ് എന്നുള്ളത്? ഏതിലൂടെയാണ്? 71ാമത്തെ ഡി ആണ് ആൻസർ, കോളറ. അടുത്തത് 72ാമത്തെ ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും 3D പ്രിന്റ് ചെയ്ത റോക്കറ്റ് എഞ്ചിൻ ഏത് എന്നുള്ളതാണ്. 72ാമത്തെ എ ആണ് ആൻസർ, അഗ്നിബാൺ. അടുത്ത 73ാമത്തെ 2024 മെയ്യിൽ പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണെന്നുള്ളതാണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ, റെമാൽ. 73 റമാലാണ്. അടുത്തത് 74ാമത്തെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 46ാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ് 2024 മെയ്യിൽ നടന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നുള്ളതാണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ, കൊച്ചി. അടുത്ത 75 ഇന്ത്യയുടെ പുരാതനമായ സൈനിക അറിവുകളെ പുതിയ കാലത്തെ തന്ത്രങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രൊജക്റ്റ് ഏതാണെന്നുള്ളതാണ്. 75ാമത്തെ ഡി ആണ്, പ്രൊജക്റ്റ് ഉത്ഭവ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.